നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം MLA-യുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ചില വിവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ഇതിൽ കൃത്യമായ ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ ഇതുവരെ ആരും തയ്യാറായിട്ടുമില്ല. കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ പരാതിയുമായി മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നുണ്ട് ആൾക്കാർ എന്നുള്ളത് സംശയലേശം ഇനി നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ഇത്രയും അധികം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അധികം ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായും അത്രയും ധൈര്യമുള്ള ഒരാൾ പരാതിയുമായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് സ്ത്രീകളോട് വളരെ മോശമായി ഇൻബോക്സിൽ സംസാരിക്കുകയും അതിനുശേഷം പല സ്ത്രീകളെയും പലതരത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് വാർത്തകളും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ളവർ പറയുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം അടക്കമുള്ളവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് അറിയാം കോൺഗ്രസ് നേതൃത്വത്തിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരമൊരു വിഷയം രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കിയത്, പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത്, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. എന്നാൽ ഇനിയും കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടത് സർക്കാരാണെന്ന വാദമാണ് ഇന്നലെ കെ മുരളീധരൻ അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിനോ പോലീസിനോ പരാതിക്കാരില്ലാതെ ഒരു പരാതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമായി അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുമ്പോഴും ഇരയായ പെൺകുട്ടി മിണ്ടാത്തത് എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും വരുന്ന സംശയവുമുണ്ട്. അതുതന്നെയാണ്, ആ പെൺകുട്ടി മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടു പോകുന്നത്. ഒരു പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ട ആരോപണം. അതിൽ ചിലരെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വലിയ പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അതിന് കാരണം ഈ പെൺകുട്ടിയെ, അതായത് ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തുവിട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് പരിപാടികളിലുമൊക്കെ സജീവമാവുകയും സിനിമാ നടി അനുശ്രീ അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഒരേ കളറിലെ ഡ്രസ്സുമൊക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേരും കൂടി വന്ന് നടത്തിയ പ്രകടനങ്ങളാണ് ആ പെൺകുട്ടിക്ക് വീണ്ടും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും വീണ്ടും ഈ വിഷയങ്ങൾ പുറത്തു വരാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ചില കോൺഗ്രസിലെ ചില ആൾക്കാർ അല്ലെങ്കിൽ രാഹുലിനെ വെള്ളപൂശുന്നവർ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല, ഇത് രാഹുലിനെ കരിവാരി തേക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വരെ ഈ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിമിഷം വരെ ആ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ രാഹുലിൻ്റെതല്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. പക്ഷെ വെള്ളപൂശുന്നവർ ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത കാലത്ത് പല പ്രൊഫൈലുകളിൽ നിന്നും രാഹുലിനെ പ്രകീർത്തിച്ചുകൊണ്ട് പല പോസ്റ്റുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ കാണുമ്പോഴും അതുപോലെ തന്നെ വീടുകളുടെ ഇനാഗുറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യാനുമൊക്കെ രാഹുൽ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ രാഹുലിന് വിനയായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ, ഇപ്പോൾ പുറത്തു വന്ന രണ്ട് ഓഡിയോ ക്ലിപ്പുകളാണ് വാർത്താ ചാനലുകളിലും മറ്റും വന്നിരിക്കുന്നത്. ആ രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു പ്രാഥമിക നിഗമനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇരയാക്കപ്പെടുന്നവരോട് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു പോയ പെൺകുട്ടികളോട് യാതൊരു കാരുണ്യവും കാണിക്കാതെ സംസാരിക്കുന്ന രാഹുലിനെയാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ പോലും ഒരു കരുണ ആ പെൺകുട്ടിയോടക്കം ഉണ്ടാകും. എന്നാൽ രാഹുൽ തൻ്റെ രക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു സംസാരത്തിൽ പോലും യാതൊരു കാരുണ്യവും കാണിക്കാത്ത ഒരാളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, രാഹുലിന് നിർബന്ധമായിരുന്നു കുട്ടി ഉണ്ടാകണമെന്നും അത് അബോർഷൻ ചെയ്യണമെന്നും രണ്ടും രാഹുലിന് നിർബന്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ചാറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം, എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ ഇയാൾക്കുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് ഇയാളുടെ പ്രകടനങ്ങൾ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് നമുക്കറിയാം, അതൊരു വ്യക്തിത്വ വൈകല്യ പ്രശ്നമാണ്. അത്തരം ചില പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടോ എന്ന് നമ്മൾ ഈ സ്വാഭാവികമായും ഈ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ടാകുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാഹുൽ ചികിത്സയ്ക്ക് വിധേയനാകണം. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു സഹജീവികളോട് കാണിക്കുന്ന കരുണ പോലും കാണിക്കാതെ സംസാരിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പൊതുപ്രവർത്തനത്തിന് എന്ത് മാതൃകയാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഒരുപക്ഷെ കേസിൽ നിന്ന് പുറത്തു ചാടാനുള്ള കുറുക്ക് വഴികൾ അയാൾ തേടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അയാൾ ഇത്ര കൃത്യവും വ്യക്തവുമായി ഇന്നലെയും വളരെ വ്യക്തമായി അയാൾ പറയുന്നുണ്ട്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല,
അതായത് നിയമത്തിന് അനുസൃതമായി മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അയാൾ ഇങ്ങനെ വിവിധ വിഷയങ്ങൾ, വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ ലൂപ്പ് ഹോൾ ഉണ്ടാക്കാനും അത്തരം വിഷയങ്ങളിൽ പെൺകുട്ടിയെ ഇരയാക്കാനും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാനും ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. ഏതായാലും ഇത്തരം ഒരു പെൺകുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന സംശയം പലർക്കുമുണ്ട്. പക്ഷേ പെൺകുട്ടി ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ അറിവും പെൺകുട്ടി ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് പുറത്തു വരാതിരിക്കാനുള്ള കാരണങ്ങൾ പലപ്പോഴും ഇമോഷണലി ആ പെൺകുട്ടിയെ ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും വിവാഹം കഴിക്കാമെന്ന് പിന്നീടേയും വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ഇത്തരം പരാതികളിൽ നുഴഞ്ഞു നിൽക്കാൻ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടു പോവുകയാണോ എന്ന സംശയം കൂടി നമുക്ക് ബാക്കിയാവുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇത് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് തനിക്ക് രക്ഷപ്പെട്ടു പോകാം എന്ന ധാരണ രാഹുലിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പൊതുജനസേവകൻ എന്നറിയപ്പെടുന്ന MLA ആയ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ധാർമ്മികമായി ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. രണ്ടുപേർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബന്ധം പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു MLA എന്ന രീതിയിൽ പല സ്ത്രീകളുടെയും ഇൻബോക്സിൽ ചെല്ലുകയും മെസ്സേജ് അയക്കുകയും അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയും അത്തരത്തിൽ അവരെ മോശമായി അല്ലെങ്കിൽ അത്തരത്തിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തു മാതൃകയാണ് അയാൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത് എന്ന സംശയം ബാക്കിയാവുന്നുണ്ട്. അതുമാത്രമല്ല, ഇയാളുടെ അടുത്തേക്ക് നിരവധി പേർക്ക് ഒരു MLA എന്ന രീതിയിൽ പല ആൾക്കാർക്കും പല ആൾക്കാരോടും ഇടപഴകേണ്ട, പല ആൾക്കാർക്കും പ്രാപ്യമാകേണ്ട ഒരാളാണ് ഇയാൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായും അത്തരമൊരാൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നത് അത്തരം ആൾക്കാരിലുള്ള വിശ്വാസം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അതൊരു ധാർമ്മികമായി, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ധാർമ്മികമായി അയാളുടെ നില ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അയാൾ ചെയ്തത് ശരിയോ തെറ്റോ അതിൻ്റെ ന്യായങ്ങളിലേക്ക് കടക്കുന്നില്ല. അയാളും ഈ പെൺകുട്ടിയും രണ്ടുപേരുടെയും ന്യായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ പുലർത്തേണ്ട ധാർമ്മിക മര്യാദയോ മാന്യതയോ പുലർത്താതെയായിരുന്നു രാഹുലിന്റെ പ്രവർത്തനമെന്ന് നമുക്കറിയാം. രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായപ്പോൾ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് പിന്നീട് അയാളിൽ നിന്ന് കണ്ടത്. സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാനും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും അയാൾക്ക് വളരെ വേഗത്തിൽ കഴിയുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒരു നാർസിസ്റ്റ് ആണോ എന്ന സംശയം സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ചില സൈബർ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയ ന്യായീകരണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഏതു തരത്തിലുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് കഴിയില്ല. ഒരു സാമൂഹ്യ പ്രവർത്തക, ഒരു പൊതുപ്രവർത്തക ഒക്കെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ അനീതിക്കെതിരെ പോരാടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെള്ളപൂശലുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന വെള്ളപൂശുന്ന പ്രവണതയെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നിരവധി പേർ ഇപ്പോൾ വന്ന് ഇതിൻ്റെ അടിയിലൊക്കെ പലതരത്തിലുള്ള അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ആൾക്കാർ നിരവധി പേർ ഇപ്പോൾ വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് പൊതുജനപ്രതിനിധിയാണെങ്കിലും അപ്പോഴൊക്കെ ഞാൻ ഇത്തരത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ അതിക്രൂരമായി വേട്ടയാടിയപ്പോൾ പോലും ഉമ്മൻചാണ്ടിയുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്ത എനിക്ക്, അത്തരമൊരു രാഷ്ട്രീയത്തിലൂടെ ഒരു കാലത്തും യോജിച്ചു പോകാൻ കഴിയാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഉമ്മൻചാണ്ടിയെ അങ്ങനെ വേട്ടയാടരുത്, ഉമ്മൻചാണ്ടിക്ക് അത്തരമൊരു സ്വഭാവമില്ല, അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ നിരപരാധിയായിരുന്നുവെങ്കിൽ തീർച്ചയായും രാഹുലിന്റെ ഒപ്പം നിന്നേനും. പക്ഷേ രാഹുലും തെറ്റുകാരനാണ്, ആ പെൺകുട്ടിയും ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. ഏതായാലും കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരയാക്കപ്പെട്ടു പോകുന്നു. അത് സാധാരണ ഒരാളല്ല, വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എങ്കിലും ഇമോഷണലി പെൺകുട്ടികൾ വളരെ ലോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടുപോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന വിഷയത്തിലും അല്ലെങ്കിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതായാലും അത് തൽക്കാലം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ വിഷയത്തിൽ ധാർമ്മികമായി തെറ്റായ കാര്യമാണ് രാഹുൽ ചെയ്തിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയവുമില്ല.